കിട്ടാതിരിക്കില്ല. ഞാനും അതിപ്പോ ആലോചിച്ചതേ ഉള്ളൂ ഭാവന. തൽക്കാലം ഈ വിവരം വീട്ടിൽ പറയണ്ട. എന്നാ പിന്നെ ഭാനുവിന്റെ പഠിത്തം ഇന്നത്തോടെ തീരും. ഭാനുവിന് തന്നെ ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. സൂര്യം, ഡോക്ടർ പറഞ്ഞ സൂര്യൻ കേട്ടതല്ലേ? കൂടുതൽ പിള്ളേരും അവരറിയാതെ തന്നെയാ ചതിക്കുഴിയിൽ പെടുന്നെന്ന്. പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഏതൊരു സംഭവത്തിന്റെയും പിന്നിലെ കാരണം എന്താന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണോ അറിയുന്നത് അതായിരിക്കും മാധ്യമങ്ങളെ കൊട്ടിഘോഷിക്കുന്നത്. ഒടുവിൽ യാഥാർത്ഥ്യം എന്താന്ന് പുറത്തു വരുമ്പോ അതാരും അറിയേയില്ല. അപ്പൊ മാധ്യമങ്ങൾ മറ്റേതെങ്കിലും ന്യൂസിന്റെ പിന്നാലെ ആയിരിക്കും പോവുക. സൂര്യ, ഞാൻ ആ പയ്യനെ ഒന്ന് കാണാം. അവനോടൊന്ന് സംസാരിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. ഞാനും കൂടെ വരാം. വേണ്ട, ആദ്യം ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ജയേഷ്, എനിക്ക് ജയേഷിനോടൊന്ന് സംസാരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ചേച്ചി. കോളേജിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചല്ലേ ക്യാമ്പിന് പോകാറുള്ളത്? പിന്നെന്താ നിങ്ങൾ 4-5 പേര് മാത്രം സെപ്പറേറ്റ് ആയേ?